പത്തനംതിട്ട ഓമല്ലൂരിലെ വൃദ്ധസദനത്തിൽ 17 വയസ്സുകാരൻ ക്രൂരമർദ്ദനം നേരിട്ടുവെന്ന് പരാതി. സംഭവത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ നേതൃത്വത്തിൽ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച് വൃദ്ധസദനം അധികൃതർ രംഗത്തെത്തി. ഇടുക്കി കട്ടപ്പന അണക്കര സ്വദേശിയായ 17കാരന്റെ പരാതിയിലാണ് അന്വേഷണം. കട്ടപ്പന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പത്തനംതിട്ട പോലീസിനു കൈമാറി. പ്രാഥമിക പരിശോധനയിൽ 17കാരനെ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. കോട്ടയം സ്വദേശിയായ മറ്റൊരു 17കാരനെയും ഇവിടെ നിന്ന് കണ്ടെത്തി. മോഷണക്കുറ്റം ആരോപിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടിയെ വിദ്യാഭ്യാസം നൽകാമെന്ന് പറഞ്ഞാണ് ഇവിടെ എത്തിച്ചത്. എന്നാൽ അധികൃതർ സ്കൂളിൽ അയക്കാൻ തയ്യാറായില്ല. ഇത് ചോദ്യം ചെയ്തതോടെ മോഷണക്കുറ്റം തലയിൽ കെട്ടിവെച്ച് മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് കുട്ടിയുടെ പരാതി. വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ ചൈൽഡ് വെൽഫെയർ ഓഫീസർക്ക് വിശദമായ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ വൃദ്ധസദനത്തിന്റെ മാനേജർ റെജി, ജീവനക്കാരായ സിജോ, ബെന്നി എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ശാരീരിക ഉപദ്രവം, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ, അന്യായമായി തടഞ്ഞുവയ്ക്കൽ, ബാലവേല എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് വൃദ്ധസദനത്തിന്റെ അധികൃതർ. ന്യൂസ് മലയാളം, പത്തനംതിട്ട.